ഞാൻ കവിത എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട്. 10-300ഓളം കവിത എഴുതിയിട്ടുണ്ട്. 200 എഴുതിയിട്ടുണ്ട്. ആ കവിതകളൊക്കെ വലിയ ഖണ്ഡകാവ്യങ്ങൾ പോലെ ബാക്കിയുള്ള കവികളൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള കവിതകളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് എനിക്കൊരു കവിതയിലൊന്നും ഒതുങ്ങുന്നില്ല നമ്മുടെ എഴുത്ത്. അപ്പോഴാണ് അംബിയാസ് മാഷ് പറഞ്ഞത് എനിക്ക് കഥയാണ് നിൻ്റെ ഫീൽഡ് നല്ലതാണെന്ന് വെച്ചാൽ അങ്ങനെ കഥയിലേക്ക് പോന്നു. പിന്നെ അന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എനിക്ക് 2 തരത്തിലുള്ള സൗഹൃദമാണ്. ഇപ്പോൾ എനിക്ക് ചെറുപ്പക്കാരുമായിട്ടാണ് സുഹൃത്ത്. നിങ്ങളുടെ പ്രായമുള്ള ആൾക്കാരുമായിട്ടാണ് എൻ്റെ കുറേ സുഹൃത്തുക്കൾ. പക്ഷെ അന്നത്തെ കാലത്ത് എന്നെക്കാളും പ്രായം കൂടിയ ആൾക്കാരുമായിട്ടാണ് എൻ്റെ സൗഹൃദം ഉണ്ടായിരുന്നത്. മറ്റേ ശശിധരൻ മാഷ് എന്നൊക്കെ പറഞ്ഞ് എൻ പ്രഭാകരൻ മാഷ് എന്നൊക്കെ പറയുന്ന അവരൊക്കെ നമ്മളോട് ഭയങ്കര സുഹൃത്തുക്കളെ പോലെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ ഇല്ല. അപ്പോൾ അതൊക്കെയാണ് എന്നെ ശരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ള റൈറ്ററായിട്ട് ആക്കിയിട്ട് മാറ്റുന്നത്. എൻ്റെ പിറകെ വന്നാണ് ജോലിയൊക്കെ. ഇപ്പോൾ സാധാരണ രീതിയിൽ എഴുത്ത് ഇതിൻ്റെ ഇടയിലൊക്കെ നടക്കുന്ന പരിപാടിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എഴുത്തുകാരനാണെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് അന്നും ഇന്നും എന്നും.